ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് വലിയ ഗുണമാണല്ലോ. എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അടിസ്ഥാനത്തിൽ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ മാത്രം വളരെ ചുരുങ്ങി ലഘുവാക്കി പറഞ്ഞു നിർത്തുകയാണ്. ആദ്യമായിട്ട് പരിശുദ്ധ റമദാനിന് നമ്മൾ മനസ്സുകൊണ്ട് ഒരുങ്ങണം. ഒരാഴ്ച കഴിഞ്ഞ റമദാനാണല്ലോ എന്നുള്ള സന്തോഷമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. ഈ റമദാനും ലൈലത്തുൽ ഖദറും ബറാഅത്തും തുടങ്ങി എല്ലാവിധ നന്മകളും കോരിശേറിയ രാവുകൾ നഷ്ടപ്പെടുത്തുന്ന 2 വിഭാഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, സ്വന്തം മാതാപിതാക്കളോട് തെറ്റി നിൽക്കുന്ന ആളുകൾ. അങ്ങനെ ആരും ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ റമദാനിന് മുന്നോടിയായിട്ട് അതിന് പരിഹാരം കാണണം. അത് വേറെ ആരെങ്കിലും ഇടപെടിപ്പിച്ചിട്ടാണെങ്കിലും അത് മസ്ലഹത്താക്കണം. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് സ്വന്തം സഹോദരനോട് 3 ദിവസത്തിനേറെ പിണങ്ങി നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് ഈ റമദാനിന്റെയും ലൈലത്തുൽ ഖദറിന്റെയും ഒരു പോലീശയും മഹത്വമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകരുത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വളരെ സലീമായി ശുദ്ധിയായിട്ട് നമ്മൾ റമദാനിനെ വരവേൽക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ശരീരം റമദാനിനെ നമ്മൾ തയ്യാറാക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഷഅബാൻ 15 കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നോമ്പെടുക്കാൻ പാടില്ല. കബാദ് കിട്ടാനുള്ളവർ, അതേപോലെ നേർച്ചയാക്കിയവർ, പതിവുള്ളവർ, ഇവർക്ക് മാത്രമേ അത് പാടുള്ളൂ. അപ്പൊ ശാരീരികമായിട്ടും നമ്മളൊന്ന് തയ്യാറെടുക്കുകയാണ്. മറ്റൊന്നാണ് നമ്മുടെ പരിസര പ്രദേശങ്ങൾ. മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ പരിസരം. നമ്മുടെ എല്ലാ നിലക്കും നമ്മുടെ വീടും ചുറ്റുപാടും പള്ളിയൊക്കെ റമദാനിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം, അത്തരത്തിലൊരു ആംബിയൻസ് നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കണം. ബഹുമാനപ്പെട്ട 2ാം ഖലീഫയാകുന്ന മഹാനവറുകൾ വഫാത്തായി. അവിടുന്ന് പിൽക്കാലത്ത് വന്ന ഖലീഫമാരെല്ലാം അവർക്ക് വേണ്ടി ചെയ്ത ഒരു ദുആഉണ്ട്. അല്ലാഹുമ്മ നവ്വിർ ഖബറ ഉമർ കമാ നവ്വറൽ മസാജിദ ബിൽ ഖനാദീൻ ഫീ ശഹ്രി റമദാൻ. പള്ളികൾ റമദാൻ മാസമായാൽ അലങ്കരിക്കുന്ന പ്രകാശിതമാക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അല്ലാഹുവേ അവിടുന്ന് പ്രകാശിപ്പിച്ചു കൊടുക്കണം എന്ന് പിൽക്കാലത്തുള്ള ഖലീഫമാരെ പറയാറുണ്ട്. മറ്റൊരു കാര്യം, 4ാമതായിട്ട് നമ്മൾ നിലവിലുള്ള ശഅബാൻ മാസത്തിന്റെ ഫള് മനസ്സിലാക്കണം. ശഅബാൻ മാസത്തിന്റെ ഫള് വളരെ ചുരുക്കി പറയാണ്. ഏറ്റവും ചുരുങ്ങിയത് 5 കാര്യമുണ്ട്. അത് വളരെ ചുരുക്കമായി നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ബറാഅത്ത് തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ശഅബാൻ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചെല്ലണം എന്ന കൽപ്പന വന്നിട്ടുള്ളത്. മറ്റൊന്നാണ്, ഈ ശഅബാൻ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടപ്രകാരം കഅബ ഖിബലയാക്കിയിട്ട് അല്ലാഹു പുനർനിർണയിച്ചു കൊടുത്തിട്ടുള്ളത്. 4ാമത്തെ കാര്യം, ഈ ശഅബാൻ മാസം അല്ലാഹു നമ്മുടെ കർമ്മങ്ങളെയൊക്കെ ഉയർത്തുന്നുണ്ട്. മറ്റൊന്ന്, ഈ ശഅബാൻ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ പാരായണത്തിന്റെ മാസമാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അതുപോലെ ഖുർആൻ പാരായണത്തിന് വേണ്ടി മുൻഗാമികളായ ആളുകൾ കണ്ടുപിടിച്ച മാസമാണ് ശഅബാൻ. മുൻഗാമികളൊക്കെ ചെയ്തിരുന്നത് റമദാൻ വരുന്ന 6 മാസം മുമ്പ് റമദാൻ എത്തിക്കണം എന്ന് പ്രാർത്ഥിക്കും. ലതായിഫുൽ മആരിഫിൽ പറയുന്നുണ്ട്, റമദാൻ കഴിഞ്ഞാലുള്ള 6 മാസം റമദാനിനെ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കും. എന്ന് പറഞ്ഞാൽ റമദാനിന് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ചവരായിരുന്നു മുൻഗാമികളായ സ്വാധികളായ പണ്ഡിതന്മാരെല്ലാം. 5ാമതായിട്ട്, പരിശുദ്ധ റമദാനിൽ പ്രത്യേകമായി വരുന്ന 15 കർമ്മങ്ങളുണ്ട്. ആ 15 കർമ്മങ്ങൾ നമ്മൾ ഒരു വട്ടമെങ്കിലും ചെയ്യണം. ദിവസവും ചെയ്യാൻ പറ്റുന്നതാണ് കൂടുതലും. എന്നാലും ഒരു വട്ടമെങ്കിലും നമ്മൾ ചെയ്യണം. അതിൽ ആദ്യത്തേത്, അത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റൂല. അത് മാസപ്പിറവി കണ്ടാൽ നമ്മൾ അതിന്റെ ദിക്റുകൾ, അതേപോലെ ആദ്യത്തെ രാവിലെ മാസപ്പിറവി കണ്ടാൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, പകൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് നമ്മൾക്കൊക്കെ അറിയാം. അവസാനി ഇമാം അവിടുത്തെ കിതാബിൽ പറയുന്ന അസ്റാർ സൗം എന്ന് പറയുന്ന നോമ്പിന്റെ അന്തരാർത്ഥങ്ങളെ കുറിച്ച് പറയുന്നത്, അത് ചുരുക്കി പറഞ്ഞാൽ ഹറാമില്ലാത്ത നോമ്പാവണം. നോമ്പ് നോക്കി ഒരിക്കലും ഹറാം ചെയ്ത് നമ്മുടെ നോമ്പിന്റെ കൂലി ഒരിക്കലും നശിപ്പിക്കരുത്. അപ്പൊ എല്ലാവർക്കും സംശയം ഉണ്ടാവും, റമദാൻ അല്ലാത്ത ഹറാം ചെയ്യാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ റമദാനും കൂടി നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഹറാം ചെയ്യാതിരിക്കുമ്പോൾ ആ സുന്നത്തും കൂടി ലഭിക്കുമെന്നാണ് പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം നോമ്പ് നോക്കുക. മൂന്നാമത്തത്, അത്താഴം നമ്മൾ ഒഴിവാക്കരുത്. അത്താഴത്തെ കുറിച്ച് സഹാബത്ത് പഠിപ്പിച്ചത് അൽ ഫലാഹ് എന്ന, വിജയം എന്ന. അപ്പൊ അത്താഴത്തിന് വലിയ വിജയമുണ്ട്. അപ്പൊ നമ്മളൊക്കെ ചുരുങ്ങിയ നിലക്കെങ്കിലും അത്താഴം നമ്മൾ പതിവാക്കണം. 4ാമത്തെ കാര്യം, നോമ്പ് തുറക്കല. നോമ്പ് അതിന്റെ സമയമായ പെട്ടെന്ന് തന്നെ തുറക്കണം. നോമ്പ് തുറക്കുന്ന സമയത്ത് 3 ഈത്തപ്പഴം ആദ്യം കഴിക്കുക, പിന്നെ 3 കാരക്ക, പിന്നെ 3 തവണ വെള്ളം കുടിക്കുക, പിന്നീട് തീ തൊടാത്ത ഭക്ഷണവും, പിന്നീട് തീ തൊട്ട ഭക്ഷണവും. ഇങ്ങനെ ഒരു ക്രമം നമ്മുടെ ഭക്ഷണത്തിൽ പാലിക്കണമെന്നാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്. മറ്റൊരു കാര്യം, നോമ്പ് തുറപ്പിക്കല. നോമ്പ് തുറപ്പിക്കുക എന്ന് പറയുമ്പോൾ കഴിയുന്ന ആളുകൾ കഴിവിന്റെ പരമാവധി പള്ളിയിൽ തുറപ്പിക്കാൻ കഴിയുന്നവർ അങ്ങനെ, അതല്ല അതും കഴിവില്ലാത്ത ആളുകൾ വീട്ടിൽ എത്രയാണോ കഴിയുന്നത് ആ രൂപത്തിൽ നോമ്പ് തുറപ്പിക്കണം. വലിയ പ്രതിഫലം ഉണ്ടാവും. അടിമമോചനത്തിന്റെ പ്രതിഫലം ഉണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 6ാമത്തെ കാര്യം, തറാവീഹ് നിസ്കാരം നമ്മളൊക്കെ നിർവഹിക്കും. 20 റക്അത്ത് ജമാഅത്തായിട്ട് നമ്മൾ ഇവിടുന്ന് സ്ത്രീകൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കും. പക്ഷേ അതൊരു കാട്ടിക്കൂട്ടലാവരുത്. 1, 2, 5 മിനിറ്റ് നേരത്തെ കഴിയുമെന്ന് വിചാരിച്ച് കുത്തി പറയരുത്. അതിൽ കറാഹത്തുകൾ വരുന്ന രൂപത്തിൽ വജ്ജത്ത് നഷ്ടപ്പെടുത്തുന്ന, അതേപോലെ അവസാനത്തെ അത്തയ്യാത്തിലെ ദ്വാരൊന്നും ഇല്ലാതെ കേവലം തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ഓട്ടപ്രദക്ഷിണമായി ആരും കണക്കാക്കരുത്. അതുകൊണ്ട് റമദാനിലെ പ്രത്യേകമായ കർമ്മമാകുന്ന തറാവീഹ് നമ്മൾ മുറപോലെ നിർവഹിക്കണം. അതിലൊരു മുടക്കവും വരുത്തരുത്. എത്ര വലിയ തിരക്കുണ്ടെങ്കിലും അതിലൊരു കുറവ് വരുത്തരുത്. 7ാമതായിട്ട്, പരിശുദ്ധ റമദാനിൽ അല്ലാഹു നമുക്ക് നൽകിയ ഒരു വലിയ സൗഭാഗ്യമാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദർ നമ്മൾ പ്രതീക്ഷിക്കണം. പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഒറ്റയിട്ട രാവുകളിലൊക്കെ നമ്മൾ 1 രൂപയെങ്കിലും സ്വതക്ക ചെയ്യണം. എന്താ അങ്ങനെ പറഞ്ഞത്? ഏതെങ്കിലും ഒരു രാവിലെ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ 1 രൂപ സ്വതക്ക ചെയ്താൽ അത് 1000 മാസം 1 രൂപ കൊടുത്തതിന് പ്രതിഫലം. അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. 8ാമത്തത്, റമദാനിൽ പൊതുവേ നമ്മൾ സ്വതക്ക ചെയ്യണം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റമദാൻ മാസമായാൽ കാന അജ്വദൻ നാസി ബിൽ ഖൈർ മിനഫീഹിൽ മുർസല, കാറ്റിനേക്കാൾ അതിവേഗത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ധർമ്മങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. 9ാമത്തെ കാര്യം, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഖുർആൻ പാരായണത്തിന് നമ്മൾ സമയം കണ്ടെത്തണം. ഖുർആൻ പാരായണം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഇത് നമുക്ക് തുടങ്ങണം, അതല്ലേ പൂർത്തിയാക്കണം വിചാരിച്ചാൽ പോരാ. അതിന് നമ്മൾ ഒരുങ്ങിയിരിക്കണം. മുൻഗാമികളായ പണ്ഡിതന്മാര് ഷാഫി ഇമാം അവിടുത്തെ ജീവിതത്തിൽ ഒരു ദിവസം 2 ഖത്മാണ് റമദാനിൽ പൂർത്തിയാക്കിയത്. മുൻഗാമികൾ കഥ പറയുമ്പോൾ നമുക്കൊന്നും പറ്റൂല. അത് അവരല്ലേ, അത് അന്ധകാലമല്ലേ നമ്മൾ പറയും. നിങ്ങൾക്കറിയോ, നമ്മളിടയിൽ ജീവിച്ച് ഇപ്പൊ അടുത്ത ആണ്ട് കഴിഞ്ഞ ഒരു
വലിയ മഹാനുണ്ട് കുറത്തു സാദാത്ത് ഖുർആൻ തങ്ങൾ അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഒരു മാസം 27 ഖത്മ ഓതിയത്. എന്തേ കാരണം? അത് അവിടുത്തെ ഉപ്പ പഠിപ്പിച്ചു കൊടുത്തു. താജുൽ ഉലമ ഉള്ളാഹങ്ങൾ 15 ഖത്മ തീർത്തിട്ട് സങ്കടം പറയാം, ഈ പ്രാവശ്യം കുറവാണല്ലോ. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ ഖുർആൻ പാരായണത്തിന് നെഞ്ചിലേക്കണം. 10ാമതായിട്ട് എഴുത്തിക്കാഫ് ഇരിക്കണം. എഴുത്തിക്കാഫ് പ്രത്യേകിച്ച് അവസാനത്തെ 10നുള്ള എഴുത്തിക്കാഫിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്ന് ഹദീസിലൊക്കെ വന്നതായിട്ട് കാണാം. 11ാമത്തത് റമദാനിൽ മാത്രമുള്ളത് വിത്റിലുള്ള ഒരു കുനൂത്ത്. അത് ഓതണമെങ്കിൽ വിത്ർ നിസ്കരിക്കണം. അപ്പൊ റമദാനില് ചുരുങ്ങിയത് 3, അതിന് ഒരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്യാൻ പാടില്ല. 1ന്റെ മസ്അല ഉണ്ടെങ്കിലും 3 എന്തായാലും നമ്മൾ നിസ്കരിക്കണം. കഴിയുന്ന ആളുകളൊക്കെ കഴിവിനനുസരിച്ച് കൊണ്ട് വർദ്ധിപ്പിക്കണം. അപ്പൊ വിത്റിലുള്ള കുനൂത്ത് നമ്മൾ ഇഷ്ടപ്പെടുത്തരുത്. 12ാമത്തെ കാര്യമാണ് തഹജ്ജുദ്. അത്താഴത്തിന് ഏതായാലും നമ്മൾ എഴുന്നേൽക്കുകയാണ്. അപ്പൊ 2 റക്അത്ത് എങ്കിലും ചുരുങ്ങിയത് നിസ്കരിച്ച് റബ്ബിനോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. 5 ഹൃദയങ്ങളെ കൊണ്ടുള്ള ദുആ തട്ടൂല എന്ന് ഗസാലി ഇമാം പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു സമയങ്ങളുടെ ഹൃദയമാണ്. സമയങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത് രാത്രിയുടെ അവസാന യാമമാണ്. അതിനെ കുറിച്ചാണ് ജൗഫുൽ ലൈലിൽ ആഖിർ എന്ന ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് തഹജ്ജുദ് നിസ്കാരം നമ്മൾ മുടക്കരുത്. 13ാമത്തത് ഇൽമിന്റെ മജ്‌ലിസുകൾ. നമ്മുടെ പള്ളിയിലൊക്കെ ഇൽമിന്റെ മജ്‌ലിസുകൾ ഉണ്ടാകും. സ്ത്രീകൾക്ക് വനിതാ ക്ലാസുകൾ ഉണ്ടാകും. അപ്പൊ റമദാൻ മാസമായതുകൊണ്ട് അതിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ആവേശം നമ്മൾ കാണിക്കണം. 14ാമതായിട്ട് മരണപ്പെട്ടു പോയവരെ നമ്മൾ മറക്കാൻ പാടില്ല. മരണപ്പെട്ടു പോയ പ്രത്യേകിച്ച് റമദാൻ മാസം ബദരീങ്ങളുടെ മാസമാണ്. അപ്പൊ ആ ആണ്ട് നടക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് വേണ്ട പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഭാഗവാക്കാവണം. അവസാനമായിട്ട് റമദാനിന് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള നിർണിതമായിട്ടുള്ള ദിക്റുകളുണ്ട്. റഹ്മത്തിന്റെ 10, മഗ്ഫിറത്തിന്റെ 10, ഇത്ഖിന്റെ 10, അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്റിന്റെ രാവാകും അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയുന്ന ദിക്റൊക്കെ വർദ്ധിപ്പിച്ചതായിട്ട് ആയിഷ ബിബി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. പറഞ്ഞു വരുന്നത് അത്തരം സന്ദർഭോചിതമായിട്ടുള്ള ദിക്റുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. അതിലൊരുവിധ കുറവും നമ്മൾ വരുത്തരുത്. ആദ്യമായി വരാൻ പോകുന്നത് റഹ്മത്തിന്റെ 10. അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് വളരെയധികം അനിവാര്യമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ ജീവിതം ലോകത്തിന്റെ വലിയ പ്രകാശമാണ്. അവിടുത്തെ ജീവിതത്തെ കുറിച്ച് പറയുന്നത് കാന ഉമ്മത്തൻ കാനിത്താന. അത്രയും ഒരു സമൂഹത്തിന് ചെയ്തു തീർക്കാൻ പറ്റുന്ന അത്ര പ്രവർത്തനങ്ങൾ അവിടുന്ന് ചെയ്തു തീർത്തു. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറയാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരാളില്ലാതെ, കൂടെ ആളില്ലാതെ ഭക്ഷണം കഴിക്കൂല. അങ്ങനെ ഒരു ദിവസം ആരെയും ലഭിച്ചില്ല. അങ്ങനെ മൈലുകളോളം നടന്ന് ഒടുവിൽ ഒരാളെ ലഭിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ മുന്നിലിരുത്തി അദ്ദേഹത്തിന്റെ കൂടെ ഭക്ഷണം കഴിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബിസ്മി ചൊല്ലി. ആ മനുഷ്യൻ ബിസ്മി ചൊല്ലിയില്ല. ചോദിച്ചു, എന്താ ബിസ്മി ചൊല്ലാത്തത്? മറുപടി, ഞാൻ മുസ്ലിം അല്ല. അപ്പൊ പഠിപ്പിച്ചു കൊടുത്തു. ഇസ്ലാമിനെ കുറിച്ചും ഈമാനും ഈ ഏകദൈവ വിശ്വാസവും പഠിപ്പിച്ചു കൊടുത്തപ്പോ അദ്ദേഹം ഇസ്ലാമിന് കൂട്ടാക്കിയില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുസ്ലിം അല്ലാത്ത ആള് ഭക്ഷണം കഴിക്കേണ്ട എന്ന് പറഞ്ഞയച്ചു. അപ്പോഴാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, അല്ലാഹ് നിങ്ങളോട് പറയാൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? 60 വർഷമായി അയാൾക്ക് ഞാൻ മുസ്ലിം അല്ലാഞ്ഞിട്ടും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതാണ് അല്ലാഹുവിന്റെ റഹ്മത്ത്. അതുകൊണ്ട് ആ റഹ്മത്ത് നമ്മൾ കൃത്യമായിട്ട് ചോദിച്ചു വാങ്ങണം. അപ്പം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലുള്ള ദിക്റുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. ഈ 15 കാര്യങ്ങൾ റമദാനിൽ മാത്രമുള്ള സ്പെഷ്യൽ കാര്യങ്ങളാണ്. അതിൽ 10ലേറെ കാര്യങ്ങളും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിച്ചാൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും പരമാവധി പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുക. അതേപോലെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. 6ാമത്തെ ഒരു കാര്യം, ഈ റമദാൻ മാസം ഇന്നത്തെ പത്രത്തിലടക്കം കാണാം, ചൂട് വളരെ കൂടുതലായിരിക്കും. ഈ UV എന്ന് പറയുന്ന അൾട്രാ വയലറ്റിന്റെ രശ്മികളുടെ ശക്തത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശക്തമായ ചൂടുണ്ടാകും. പക്ഷേ രാത്രികളിൽ നമ്മൾ നിസ്കരിക്കുന്നതിന്റെ ഇടയിലും അതേപോലെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിലും ഇടവിട്ട് ധാരാളമായി വെള്ളം കുടിക്കണം. അതേപോലെ അത്താഴത്തിനും നോമ്പ് തുറക്കുന്ന സമയത്തും ആരോഗ്യകരമാകുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം. പ്രത്യേകിച്ച് വിറ്റാമിൻ D പോലത്തതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം. രോഗികൾ പലരും ഉണ്ടാകും. നിങ്ങളുടെ രോഗത്തിന്റെയൊക്കെ ഗതി അനുസരിച്ചുകൊണ്ട് വൈദ്യന്മാരെ കണ്ട് അതിനനുസരിച്ചിട്ടുള്ള രൂപത്തിൽ നിങ്ങളുടെ ഭക്ഷണം ക്രമപ്പെടുത്തണം. ആരോഗ്യം ആരും നശിപ്പിച്ചു പോകരുത്. 7ാമതായിട്ട് റമദാനിനെയും ഖുർആനെയും കുറിച്ച് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. ഒന്നുകിൽ അനുകൂലമാകും, അതല്ലേ പ്രതികൂലമാകും. ഒന്നുകിൽ റമദാൻ അനുകൂലം, അല്ലെങ്കിൽ പ്രതികൂലം. ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കും. ഹുജ്ജത്തുൽ ലക വ അലൈക. ഇത് ഹദീസാണ്. അപ്പോൾ റമദാൻ നമ്മൾക്ക് അനുകൂലമാവണം. ആ രൂപത്തിൽ അനുകൂലമാകുന്ന രീതിയിൽ റമദാനെ നമുക്ക് സ്വീകരിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രത്യേകമായിട്ടുള്ള ടൈം ടേബിൾ തയ്യാറാക്കണം. റമദാനിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഷെഡ്യൂൾ നമ്മൾ കാണണം. ആരും ഇത് നിസ്സാരമാക്കരുത്. دخل عليه رمضان ثم انسلخ قبل ان يغفر له شفيعنا رسول الله صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു, അതേപോലെ ജിബ്രീൽ പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ ആമീൻ പറഞ്ഞു. 2 റിവായത്തും കാണാം. ചുരുക്കി പറഞ്ഞാൽ ജിബ്രീൽ ദുആ ചെയ്തിട്ട് റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
റമദാൻ വന്നിട്ടൊന്നും പാപം പൊറുപ്പിക്കാത്തവൻ വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അതുകൊണ്ട് എല്ലാവരും അവസാനിപ്പിക്കുകയാണ്, എല്ലാവരും റമദാനിന് പ്രത്യേകം പ്രാമുഖ്യം നൽകണം. നമ്മുടെ ജീവിത തിരക്കുകൾ നമ്മളെ തെറ്റുകളിലേക്ക് കൊണ്ടുവിടുന്ന ഒരാളാണ് പിശാച്. പിശാച് ഏതായാലും റമദാനിൽ ഉണ്ടാവൂല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടെണ്ണം. ഒന്ന്, നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ. അത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്വാളിറ്റി ടൈമിംഗ് എന്ന് പറയുന്ന സംവിധാനം, ഇത്ര സമയം വരെ ഞാൻ മൊബൈൽ തൊടൂല എന്ന് നമ്മൾ തീരുമാനിക്കണം. ഇനി എടുക്കുകയാണെങ്കിൽ തന്നെ ഹറാമിലേക്ക് നമ്മൾ വഴുതിരിയാൻ പാടില്ല. മൊബൈൽ അത്രക്കും അപകടകരം. പറഞ്ഞു വരുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ട്, എന്നാലും നമ്മൾ ഹറാമിലേക്ക് ഒരിക്കലും എത്തിച്ചേരാൻ ആ മൊബൈൽ കാരണമാവരുത്. രണ്ടാമത്തെ ഒരു അപകടകാരി നമ്മളുടെ ചുറ്റുമുള്ള കൂട്ടുകാരും ബന്ധുക്കളോ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചില കൂട്ടുകാരുണ്ട് ഈബത്തും നമീമത്തും ഒക്കെ പറയും, അത് കേട്ടു കൊടുക്കേണ്ടി വരും നമ്മൾ. അതല്ലെങ്കിൽ കുടുംബക്കാരുടെ പോയിട്ട് മറ്റേ നാട്ടിലെ മുഴുവൻ ചർച്ചകളും നമ്മൾ ചെയ്യും. പക്ഷേ പരിശുദ്ധ റമദാൻ അത് അതിന്റെ മഹത്വം കണക്കിലെടുത്തുകൊണ്ട് എന്ന് പറയുന്ന ആ മുത്തഖീങ്ങൾ ആയിത്തീരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് റമദാനും നോമ്പും. ആ രൂപത്തിൽ നമ്മുടെ നോമ്പും റമദാനും ആയിത്തീരണം. അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്കൊക്കെ വലിയ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.